നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീചാർജ് പി എസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ബയോളജി പോർഷനിലെ ഹൃദയം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് 2 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ബയോളജിയിലെ ഹൃദയം എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥ ഹൈപ്പർ ടെൻഷൻ. സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥ ഹൈപ്പർ ടെൻഷൻ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോ ടെൻഷൻ. സൈൻ ചികിത്സ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ബൈപ്പാസ് ശസ്ത്രക്രിയയാണ്. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ബൈപ്പാസ് ശസ്ത്രക്രിയ. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവമാണ് ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവമാണ് ഹൃദയം. അമിത കൊളസ്ട്രോൾ ഏത് അവയവത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? ഹൃദയത്തെ. അമിത കൊളസ്ട്രോൾ ഏത് അവയവത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? ഹൃദയത്തിൻ്റെ. ഹൃദയവാൽവുകൾക്ക് തകരാർ ഉണ്ടാക്കുന്ന രോഗം വാതപ്പനി റുമാറ്റിക് ഫീവർ. ഹൃദയ സ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100-ൽ കൂടുതലാവുന്ന അവസ്ഥ ടാക്കി കാർഡിയ. ഹൃദയ സ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100-ൽ കൂടുതലാവുന്ന അവസ്ഥയാണ് ടാക്കി കാർഡിയ. ഹൃദയ സ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 60-ൽ താഴെയാവുന്ന അവസ്ഥ ബ്രാഡി കാർഡിയ. ഹൃദയ സ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100-ൽ 60-ൽ താഴെയാവുന്ന അവസ്ഥയാണ് ബ്രാഡി കാർഡിയ. ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഹൃദയ താളമാണ് അരീത്മിയ. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ത്രോംബോസിസ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ത്രോംബോസിസ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം ആൻജിയോഗ്രാഫിയാണ്. ആൻജിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്ന ദൃശ്യചിത്രം ഓർ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ആൻജിയോഗ്രാമാണ്. രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ആൻജിയോപ്ലാസ്റ്റിയാണ്. രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ആൻജിയോപ്ലാസ്റ്റി. രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ അത്തീറോസ്ക്ലീറോസിസ്. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം കൊറോണറി ഹൃദ്രോഗമാണ്. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം സെറിബ്രോ വാസ്കുലാർ രോഗമാണ്. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം സെറിബ്രോ വാസ്കുലാർ രോഗം. കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസാണ്. കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന റുമാറ്റിക് പനി വാതപ്പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയവാൽവുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകളാണ് റുമാറ്റിക് ഹൃദ്രോഗം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന റുമാറ്റിക് പനി വാതപ്പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയവാൽവുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ റുമാറ്റിക് ഹൃദ്രോഗം. ഹൃദയത്തിൻ്റെ പുറംപാളിയിലും ഹൃദയപേശികൾക്കും ഉണ്ടാകുന്ന വീക്കം പെരികാർഡിറ്റിസ് ആണ്. പെരികാർഡിറ്റിസ് ഹൃദയ വീക്കം എന്നറിയപ്പെടുന്നത്. കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന നെഞ്ചുവേദന ആൻജൈനയാണ്. കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന നെഞ്ചുവേദന ആൻജൈന. രക്തം കട്ടപിടിക്കുന്നത് മൂലം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഹൃദയാഘാതം. കട്ടപിടിക്കുന്നത് മൂലം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിലയിരുത്താൻ സഹായിക്കുന്ന പഠനശാഖ ഇലക്ട്രോഫിസിയോളജി. ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള മാർഗം ഇലക്ട്രോകാർഡിയോഗ്രാം ECG. ജനന സമയത്ത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. VSD എന്നറിയപ്പെടുന്നു. ജനന സമയത്ത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ജനന സമയത്ത് ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളായ ഏട്രിയങ്ങളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണുന്ന അവസ്ഥ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. ASD ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാനുള്ള
ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാളിനാണ്. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാളിൻ. കൃത്രിമ പേസ് മേക്കറിൻ്റെ പിതാവ് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. കൃത്രിമ പേസ് മേക്കറിൻ്റെ പിതാവ് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. രക്തക്കുഴലുകളുടെ രൂപീകരണം തടയുകയെന്ന ലക്ഷ്യത്തോടെ ഹൃദയത്തിലെയും ശരീരത്തിലെയും രക്തം എത്തിക്കുന്നതിനുള്ള ഒരു ബദൽ പാത സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സാധാരണ ശസ്ത്രക്രിയ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ്. റിവാസ്കുലറൈസേഷൻ എന്നും അറിയപ്പെടുന്നു. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ദെൻ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പ്രധാന പാതയായ കൊറോണറി ആർട്ടറിയിൽ പ്ലാക്ക് പോലുള്ള ഒരു പദാർത്ഥം രൂപപ്പെടുന്ന അവസ്ഥയാണ് കൊറോണറി ആർട്ടറി ഡിസീസ്, CAD. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പ്രധാന പാതയായ കൊറോണറി ആർട്ടറിയിൽ പ്ലാക്ക് പോലുള്ള ഒരു പദാർത്ഥം രൂപപ്പെടുന്ന അവസ്ഥ കൊറോണറി ആർട്ടറി ഡിസീസ്, CAD. അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ ഡോപ്ലർ പ്രതിഭാസത്തെ ആസ്പദമാക്കി നടത്തുന്ന ഹൃദയ പരിശോധന സംവിധാനം ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് രീതി എക്കോ കാർഡിയോഗ്രാഫിയാണ്. കാർഡിയാക് അൾട്രാസൗണ്ട് എന്നും അറിയപ്പെടുന്നു. ദെൻ എക്കോ കാർഡിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്ന ദൃശ്യചിത്രം ഡയഗ്നോസ്റ്റിക് ഇമേജ് എക്കോ കാർഡിയോഗ്രാം ആണ്. എക്കോ എന്നറിയപ്പെടുന്നു. ദെൻ എക്കോ കാർഡിയോഗ്രഫിയുടെ പിതാവ് ഡോക്ടർ ഇഞ്ച് എഡ്ലർ ആണ്. സ്വീഡിഷ് കാർഡിയോളജിസ്റ്റ് ആണ് അദ്ദേഹം, ഡോക്ടർ ഇഞ്ച് എഡ്ലർ. ദെൻ സ്ട്രക്ചറൽ ഹൃദ്രോഗങ്ങളുടെ കത്തീഡ്രൽ അധിഷ്ഠിത ചികിത്സയുമായി ബന്ധപ്പെട്ട കാർഡിയോളജി ശാഖ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയാണ്. ഇൻ്റർവെൻഷണൽ കാർഡിയോളജി. ശിശുക്കളുടെ ഹൃദയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാർഡിയോളജി ശാഖ പീഡിയാട്രിക് കാർഡിയോളജി. ശിശുക്കളുടെ ഹൃദയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാർഡിയോളജി ശാഖ പീഡിയാട്രിക് കാർഡിയോളജി. 4 അനുബന്ധ ഹൃദയ വൈകല്യങ്ങളുടെ സംയോജനത്തെ സൂചിപ്പിക്കുന്നത് ടെട്രോളജി ഓഫ് ഫാലോട്ട് എന്നാണ്, TOF. പൾമണറി വാൽവ് സാധാരണഗതിയിൽ വികസിക്കാത്തതോ ജനനത്തിന് ശേഷവും അടഞ്ഞുകിടക്കുന്നതോ ആയ ഹൃദയവൈകല്യം അട്രേഷ്യ എന്നറിയപ്പെടുന്നു. പൾമണറി വാൽവ് സാധാരണഗതിയിൽ വികസിക്കാത്തതോ ജനനത്തിന് ശേഷം അടഞ്ഞുകിടക്കുന്നതോ ആയ ഹൃദയവൈകല്യമാണ് അട്രേഷ്യ. ശസ്ത്രക്രിയാ സമയത്ത് ഹൃദയത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം താൽക്കാലികമായി ഏറ്റെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് കാർഡിയോ പൾമണറി ബൈപ്പാസ്, CPB. കാർഡിയോ പൾമണറി ബൈപ്പാസ് ചെയ്യുന്നതിനാവശ്യമായ പമ്പിനെ വിശേഷിപ്പിക്കുന്നത് ഹാർട്ട് ലങ് മെഷീൻ എന്നാണ്. ഹാർട്ട് ലങ് മെഷീൻ പ്രവർത്തിക്കുന്ന വിദഗ്ധൻ അറിയപ്പെടുന്നത് പെർഫ്യൂഷനിസ്റ്റ് എന്നാണ്. പെർഫ്യൂഷനിസ്റ്റ്. ദെൻ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഹൃദയം തുറന്ന ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ഡോക്ടർ ക്ലാറൻസ് ഡെനിസ് ആണ്. ഡോക്ടർ ക്ലാറൻസ് ഡെനിസ് 1951 ഏപ്രിൽ 5-നാണ്. ദെൻ ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ശാസ്ത്ര പഠനം കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി, EP എന്നാണ്. കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി. ദെൻ പ്രായമായ ആളുകളുടെ ഹൃദയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്രശാഖ കാർഡിയോജെറിയാട്രിക് എന്നാണ്. ജെറിയാട്രിക് കാർഡിയോളജി അഥവാ കാർഡിയോജെറിയാട്രിക്സ്. ദെൻ ഹൃദ്രോഗ സാധ്യതാ ഘടകങ്ങൾ വഷളാകുന്നതിനു മുൻപ് അവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കാർഡിയോളജിയുടെ ശാഖ പ്രിവെൻറ്റീവ് കാർഡിയോളജിയാണ്. ഹൃദ്രോഗ സാധ്യതാ ഘടകങ്ങൾ വഷളാകുന്നതിനു മുമ്പ് അവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കാർഡിയോളജിയുടെ ശാഖ പ്രിവെൻറ്റീവ് കാർഡിയോളജി. പ്രിവെൻറ്റീവ് കാർഡിയോളജിയും കാർഡിയാക് റീഹാബിലിറ്റേഷനും ഉൾപ്പെടുന്ന കാർഡിയോളജിയുടെ ഉപവിഭാഗം ക്ലിനിക്കൽ കാർഡിയോളജി. പ്രിവെൻറ്റീവ് കാർഡിയോളജിയും കാർഡിയാക് റീഹാബിലിറ്റേഷനും ഉൾപ്പെടുന്ന കാർഡിയോളജിയുടെ ഉപവിഭാഗമാണ് ക്ലിനിക്കൽ കാർഡിയോളജി. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിന് ലക്ഷണങ്ങൾ കാണിക്കുന്ന അത്ലറ്റുകൾക്ക് പിന്തുണ നൽകുന്ന പ്രിവെൻറ്റീവ് കാർഡിയോളജിയുടെ ഉപവിഭാഗമാണ് സ്പോർട്സ് കാർഡിയോളജി. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അത്ലറ്റുകൾക്ക് പിന്തുണ നൽകുന്ന പ്രിവെൻറ്റീവ് കാർഡിയോളജിയുടെ ഉപവിഭാഗമാണ് സ്പോർട്സ് കാർഡിയോളജി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 47ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹൃദയവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മാർക്ക് പോവരുത്. ക്ലാസ് മുഴുവനായിട്ടും കേട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നോട്ട് തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.